പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്ന അതിവിശാലമായിട്ടുള്ള ഒരു നഴ്സറി ഫാമിലേക്കാണ്. ചെടികളെയും അതായത് ഫലവൃക്ഷങ്ങളെ ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും ഈ വീഡിയോ മിസ് ചെയ്യരുത്. ഫുള്ള് തന്നെ നിങ്ങൾ കണ്ട് ഞങ്ങളത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം നമ്മൾ ഇത് നെടുമങ്ങാട് കല്ലമ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ ഫാം ഉള്ളത്. അപ്പം നമ്മളിതാ ഫാമിനകത്തോട്ട് നമ്മൾ കയറുകയാണ്. അപ്പം നമ്മൾ കയറുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫാമിൻ്റെ ഫ്രണ്ട് ഒന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. ഏതാണ് പാർവതി നഴ്സറി ഫാമാണ് കേട്ടോ. എല്ലായിടത്തും എവിടെ പോയാലും കിട്ടണത് അതേപോലെയുള്ള കുറേ എനിക്ക് എപ്പോഴും ഭയങ്കര സ്റ്റെപ്പിന് അപ്പുറം ഇപ്പുറം രണ്ടെണ്ണം വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. വീട് വയ്ക്കുമ്പോഴത്തേക്ക് സ്റ്റെപ്പിന് അപ്പുറം അപ്പുറം വയ്ക്കും. ഇതെന്തിനാണ് കടലാസ് ചെടി അല്ലല്ലേ? അല്ല, നമ്മളെ ചെടികളുടെ പേരും കൂടെ കുറച്ച് പഠിച്ചു വെക്കണം കേട്ടോ. ചെടികളുടെ പേരുകൾ പഠിക്കാൻ അറിയത്തില്ല. നല്ല കളറല്ലേട്ടാ ഇത്. കളർ ഇഷ്ടപ്പെട്ടു. ആ കളറിൽ അതുകൊണ്ട് അവിടെ മുല്ല അതാ അവിടെ ഇരിക്കുകയാണേ. ബാക്കിയെല്ലാം നോക്കിയിട്ട് വന്ന് മുല്ല എടുക്കാം. പിച്ചി ആയിരിക്കണം, പിച്ചി. ഹായ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആക്കല്ലേ, എന്ത് ഭംഗിയല്ലേ അത് കാണാൻ. ഇതിനേക്കാൾ ഭംഗിയല്ലേ അത്. എടി മീനുണ്ട്. ഇത് ഇൻഡോർ പ്ലാന്റ് ആണ്. കുറേ ഇൻഡോർ പ്ലാന്റ്സ് ഇരിക്കുന്നുണ്ട്. നമ്മളെ വീട്ടിലുണ്ടാകുന്ന ഒരുപാട് ഐറ്റംസ്. സൂപ്പർ. അങ്ങനെ നമ്മളതാ ഇവിടെ പേര, പിന്നെ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. നെല്ലി, നമ്മുടെ മ്യൂസിയത്തിനകത്തുള്ള ഒരു ചെടി. ആ ചെടിയുടെ പേരെനിക്കറിയത്തില്ല. ഞാൻ അവിടെ എപ്പോഴെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ അത് തെറ്റി മുന്നോട്ട് കണ്ടുപിടിച്ചു. ഞാവൽ തതയാണ് എനിക്ക്. ഞാവൽ അവിടെ കാച്ച നിൽക്കുന്നുണ്ടാ, കണ്ടാ നിൽക്കുന്ന ഞാവൽ. ഇവിടെയാണ് നമ്മളൊരു ദിവസം വന്നിട്ടേ മാങ്ങ എടുത്തു. മാവ് ഞാൻ പറഞ്ഞില്ലേ, കാച്ചി നിന്ന മാവ് കൊണ്ടുപോയി പറഞ്ഞില്ലേ, അത് ഇവിടെ നിന്നാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. അവർ അവിടെ നല്ല സെറ്റായി. ഇത് കോവയാണ്, കോവത്തയ്യാണ് കേട്ടാ. ഇത് പേര, വെള്ളാപ്പിൾ. പ്ലാവ്, മാവ്, തെങ്ങ്. സൂപ്പർ കളക്ഷനാണ് കേട്ടോ, അടിപൊളി കളക്ഷൻ. നമ്മളിതിനകത്തോട്ട് കയറണേ കണ്ട എല്ലാം ഫലവൃക്ഷങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നിൽക്കുന്നുണ്ടോ. ചെടികളെക്കാളും പ്രാധാന്യം ഇവിടെ ഫലവൃക്ഷങ്ങൾക്കാണ് നമ്മൾ ഇനി അകത്തോട്ടുള്ളത്. ചെടികൾ ഫ്രണ്ടിൽ മൊത്തം ചെടികൾ തന്നെയാണ്, പക്ഷേ നമ്മളിവിടെ ഫലവൃക്ഷങ്ങളാണ് ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്നത്. എന്താണ് വിശാലമായ ശേഖരം. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മളൊരു കൂട്ടുകാരനെ കണ്ടല്ലേ, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇവിടെ ആ മാവൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കാച്ചിരിക്കുന്ന മാവൊക്കെ ഉണ്ട് കേട്ടോ. മാവ് ഇത് ഞാവലാണ്. പേര 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 നമ്മളൊരു സൈഡിൽ നിന്ന് നട്ട് നമ്മളിവിടെ വാങ്ങിക്കാൻ പറയുകയാണ്. ഗാർഡനിൽ വലിയ ഗാർഡൻ കയറി ഇറങ്ങുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ളത് വേണം വാങ്ങിക്കാൻ. ഇത് കണ്ട മാവും തൈ. മാവ് നല്ല ഇതൊക്കെ കാച്ച മാവുകളാണ്. അതവിടെ നിൽക്കട്ടെ. അതാ പ്ലാവ്. ഇവിടെയൊക്കെ പ്ലാവ്, മഹാണി, തേക്ക് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ് ഇവിടെ നിൽക്കുന്നത്. റംബൂട്ടാനാണ് ഇവിടെ നിൽക്കുന്നത്. റംബൂട്ടാൻ നമ്മൾ ഇങ്ങനെ ഇതിനകത്ത് കയറുമ്പോഴത്തേക്കാണ് ഒരു നല്ലൊരു ഒരു പച്ചപ്പതിയാണ്. എനിക്ക് ഇങ്ങനെ എൻ്റെ പെരയുടെ ഇങ്ങനെ ആക്കിയത്. ഏത് കാലത്ത് നടക്കും. എങ്ങനെ 3 കൊല്ലം ഇതൊക്കെ ആണെങ്കിൽ 1.5 കൊല്ലം 2 കൊല്ലത്തിനകത്ത് കായ്ക്കും. എന്താ? അതെ, 2 കൊല്ലത്തിനകത്ത് കായ്ക്കും. 2 കൊല്ലം. എന്താ? അതെ അതെ, പിന്നല്ലാതെ. ഇതൊക്കെ വേണം നടാൻ. ചുമ്പ എന്തിനാണ് റബ്ബറൊക്കെ നട്ട് പിടിപ്പിക്കുന്നത്?
ഇത് നോക്കി ഇനി ചെടികളുടെ ഭാഗത്തേക്ക് പോവാം. ഞാൻ എന്താ ഇതൊക്കെ നമ്മുടെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇരിക്കുന്ന കമുക്, നമ്മുടെ തെങ്ങിൻ്റെ മോഡൽ ഡിസൈൻ. പിന്നെ ഇത് ഇൻഡോർ പ്ലാന്റുകളും, ഇൻഡോർ പ്ലാന്റ് അടിപൊളി ഇൻഡോർ പ്ലാന്റാണ്. ചേച്ചിയാണ് എന്തൊരു എൻ്റെ ഓണർ. ഇവിടെ ഉണ്ട് ചേട്ടാ പപ്പായയുടെ തൈ. പപ്പായ ഇത് പേരേല്ലേ? ഇത് ഏത് ഇനത്തിൽപ്പെട്ട പേരേത്? ഇത് ഇനത്തിൽപ്പെട്ടാണ്. എന്താ മുള്ളിയെടുത്ത് പോകണം നോക്കേട്. ആ മനസ്സിലായി. അമ്പഴങ്ങ റേറ്റ് വരുന്ന കാശ് തുടങ്ങിയിരിക്കുന്നത് തൊട്ടല്ലേ? ഇതൊക്കെ വളരെ അടിപൊളിയായിട്ടുള്ള ചെടികളാണ് കേട്ടോ. പിച്ചി നമ്മൾ ആദ്യമേ കാണിച്ചിട്ടുണ്ട്. ഇത് മറ്റേ ടിഷ്യൂ കൾച്ചർ വാഴയില്ലേ? അങ്ങനെ റേറ്റ് വരുന്നത് അതെങ്ങനെ? ഇതെങ്ങനെ എത്ര നാളത്തേക്ക് കൊലയ്ക്കുന്നത്? ശരിയാണ്. കേട് ഓ 2 എടുത്തു. നമ്മൾ ഓരോ ഗാർഡനിൽ കയറുന്നതിൻ്റെ അടയാളമായിട്ടാണ് കേട്ടോ ഞാനത് വാങ്ങിയത്. യെസ് മഴ അല്ലേ. അങ്ങനെ നമ്മളിതാ അതിൻ്റെ ഓപ്പോസിറ്റ്, അവരെ ഗാർഡൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇരിക്കുന്നത് ഇതും അവരെ ഐറ്റം തന്നെയാണ് കേട്ടോ. അതാ പ്ലാവൊക്കെ വലിയ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 2 കൊല്ലത്തിൽ കായ്ക്കും. 2 കൊല്ലമല്ല, ഈ ഇരിക്കുന്നതെല്ലാം ഓരോ കൊല്ലത്തിൽ കായ്ക്കുന്നത്. അകത്തിരിക്കുന്നതാണ് 2 കൊല്ലത്തിൽ കായ്ക്കുന്നത് കേട്ടോ. അതൊക്കെയാണ് ഏതാണ്ട് ആ ഇരിക്കുന്നതൊക്കെയാണ് 1 കൊല്ലത്തിൽ കായ്ക്കുന്ന ഐറ്റംസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പാർവതി നഴ്സറി ഹോം. നമ്മൾ വിസിറ്റ് ചെയ്ത ഒരു നഴ്സറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടതിന് ശേഷം നിങ്ങൾ കണ്ടല്ലോ, ഇതിനകത്ത് വളരെ നല്ല അടിപൊളിയായിട്ട് ഫലവൃക്ഷങ്ങളുടെ കളക്ഷനുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ വരിക, വന്ന് ഇത് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുക. നമ്മളെ വീടിൻ്റെ മുമ്പേയൊക്കെ പച്ചപ്പുണ്ടാക്കുന്നത് വളരെ നല്ലതല്ലേ അല്ലേ ബാബച്ചി? ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നമ്മളിവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യണമെങ്കിൽ പുതിയ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് വിടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.